തമ്മിൽ ഏറ്റുമുട്ടുന്ന അറിവും വിവേകവും ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RG Media 360 presents YXO കേരള. നമ്മളിങ്ങനെ YXOയിലൂടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഒരുപാട് നോളജ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ O ടീമിനും Y ടീമിനും അറിയാത്ത കാര്യങ്ങൾ നമ്മളിലൂടെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് കേട്ടോ ഈ ഒരു വേദിയിലൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇൻഫർമേഷൻസ് മാത്രമല്ല, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് നല്ല മൊമെൻറ്റ്സും നമ്മുടെ ഈ ഒരു YXOയുടെ വേദിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന പോലെ O ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് Y ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഇന്നത്തെ എപ്പിസോഡിൽ ആരൊക്കെയാണ് എത്തുന്നതെന്ന് അറിയാം. ആദ്യം തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ടീം O. സോ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്ത ഒരുപാട് പേര് നമ്മുടെ ഓയുടെ ടീമിൽ ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ ജീവിത അനുഭവങ്ങൾ കേൾക്കാനൊക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലേ. എന്നാൽ പോലും ഇവരോടൊപ്പം ഇന്ന് കിടപിടിക്കാൻ വരുന്ന ആ യങ് ജനറേഷനെ കൂടി ഈ വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ദ ടീം Y. സോ നമ്മുടെ O ടീമും Y ടീമും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഇവരെ എന്തൊക്കെയാണ് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ. ഓക്കെ, നമ്മുടെ O ടീമിൽ സാറിൽ നിന്ന് തന്നെ തുടങ്ങാൻ പോവാണ്. യെസ് സർ, പ്ലീസ്. എൻ്റെ പേര് വിംഗ് കമാൻഡർ PNS നായർ എന്നാണ്. ഓക്കെ. എൻ്റെ സ്ഥലം നെയ്യാറ്റിങ്കര അമരവള. ഞാൻ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സ് ആയിരുന്നു, വെരി ഗുഡ്. 34 വർഷം എയർഫോഴ്സിലുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ ലീഗൽ ബ്രാഞ്ചിലായിരുന്നു ബേസിക്കലി. സോ മൈ ബേസിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് മിലിറ്ററിയിലുള്ള നമ്മുടെ സിവിലിലുള്ള കോടതികളിൽ എന്താ സംഭവിക്കുന്നത്, അതുപോലെ മിലിറ്ററി ലായുടെ ബേസിസിൽ ആ നിയമം നടപ്പാക്കുക എന്നുള്ള ജോലിയായിരുന്നു എനിക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 34 വർഷത്തിന് ശേഷം വിംഗ് കമാൻഡറായിട്ട് 2012 റിട്ടയർ ആയി. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്തൊരു വ്യക്തി കൂടിയാണ്. ഷീ ഈസ് മൈ വൈഫ് സ്റ്റാൻഡിങ് നിയർ ടു മീ. എൻ്റെ അടുത്ത് നിൽക്കുന്നത് ജയശ്രീ എന്ന പേര്. ഷീ വിൽ ഇൻട്രൊഡ്യൂസ് ഹെർസെൽഫ്. ഓക്കെ. അപ്പോൾ സാറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. മാമിലേക്ക് വരുമ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ജോലി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഒരാളുമായിട്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഒരു കാഠിന്യം എത്രയായിരുന്നു മാം? അത് ഞാൻ എൻജോയ് ചെയ്തു. 1982 സെപ്റ്റംബർ 11 ഞങ്ങളുടെ കല്യാണം. ഓക്കെ. അന്ന് തൊട്ട് സാർ എവിടെ പോകുന്നോ, ഹസ്ബൻഡ് എവിടെ പോകുന്നോ അത് കൂടെ ഞാനും ഉണ്ട്. ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലായിടം പോയിട്ടുണ്ട്. ഏറ്റവും ഭംഗി തോന്നിയ ഒരു സ്ഥലം ഏതായിരുന്നു? ഭംഗി പോയത് ഗുജറാത്ത് ആണ് തോന്നിയത് സാറ് വർക്ക് ചെയ്തതിൽ. മാമിന്റെ പേര്? എൻ്റെ പേര് ജയശ്രീ P നായർ. ജയശ്രീ എന്നാണ്. ഓക്കെ മാം. ഇനി ചേച്ചിയിലേക്ക് വരുമ്പോൾ പേര്, എവിടെ നിന്നാണ്? എൻ്റെ പേര് അമൃതകുമാരി. ഓക്കെ. ഞാൻ അംഗൻവാടി ടീച്ചറാണ്. അംഗൻവാടിയിലാണ്. തിരുവനന്തപുരം അമ്പലത്തറയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. എങ്ങനെയുണ്ട് കുഞ്ഞു പിള്ളേരെ മാനേജ് ചെയ്യാൻ? എങ്ങനെയുണ്ട് ചേച്ചി ഇപ്പോഴത്തെ? 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പയ്യന്മാരാണോ പെൺപിള്ളേരാണോ കൂടുതൽ വികൃതി? പെൺകുട്ടികളാണ് കൂടുതലും വികൃതി. ഏറ്റവും കൂടുതൽ വികൃതി പെൺകുട്ടികളാണ് ഇപ്പോഴത്തെ കാലത്ത്. കാരണം അവർ മൊബൈൽ ഫോണിൽ കാണുന്ന കാര്യങ്ങളെല്ലാം അവർ വീട്ടിൽ നിന്ന് മൊബൈലിൽ കണ്ട് വളർന്നിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. 3 വയസ്സ് മുതൽ 6 വയസ്സ്. കാരണം അനുകരിക്കുന്ന ഇപ്പോൾ ഞങ്ങൾ അംഗൻവാടി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ രാത്രിയിൽ അവർ ബെഡ്റൂമിൽ അച്ഛനെയും അമ്മയും കുട്ടികളാക്കിക്കൊണ്ട് ഞാൻ അമൃത ടീച്ചറാണ് എന്ന് പറഞ്ഞ് അവർ അപ്പം നമ്മളെ അവരുടെ മുമ്പിൽ എപ്പോഴും ശ്രദ്ധയോട് കൂടിയിട്ട് നിൽക്കണം. കാരണം അവരെന്താണ് ഇവിടുന്ന് നമ്മളിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് നമുക്കറിയില്ല. പഠിപ്പിക്കുന്ന കാര്യം മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ കൊണ്ടുപോകും. കാരണം വലിയ ജോലിയാണ്. കാരണം നമ്മൾ പറയും ഒരു പ്രൊഫസേഴ്സ് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പോലെയല്ല, അംഗൻവാടി എന്നൊക്കെ പറയുമ്പോൾ ഫൗണ്ടേഷൻ ഇടുകയാണ് ഒരു കുട്ടിയുടെ. അപ്പോൾ അടിത്തറ ഏറ്റവും നന്നായാലേ ഉള്ളൂ ബാക്കി കെട്ടിടം. ഇന്ത്യയുടെ പൗരന്മാരായിട്ട് വളർത്തുന്നത് അംഗൻവാടി ടീച്ചർമാർ തന്നെയാണ്. കാരണം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആ കാലഘട്ടം. അതാണ് 30 വർഷത്തോളമായി അംഗൻവാടി ടീച്ചറായിട്ട്. ഓക്കെ, അടിപൊളി. അപ്പം പെൺപിള്ളേരാണ് ഭയങ്കര വികൃതി എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ആണോ? പെൺപിള്ളേരാണോ? നമ്മൾ പെൺകുട്ടികളാണോ ഇപ്പം ഭയങ്കര അലമ്പ്? അല്ല എന്നാണ് ഇവള് പറയുന്നത് കേട്ടോ. അല്ല, എൻ്റെ അംഗൻവാടിയിൽ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ വികൃതിയുള്ളത്. ആൺകുട്ടികളോട് നമ്മളൊന്ന് വിരട്ടി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും ഇരിക്കും. ഇവർ അത്രയ്ക്ക് ഇരിക്കത്തില്ല. ആണോ? നീ ഒരു വികൃതി കുട്ടിയാണോ? എന്താകണം എന്നാണ് ആഗ്രഹം വലുതാകുമ്പോ? എൻവയോൺമെന്റൽ സയന്റിസ്റ്റ്. എന്തുകൊണ്ടാണ് വേറെ സയന്റിസ്റ്റ് ഒന്നും ആവണ്ടേ, എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് ആകാൻ തീരുമാനിക്കുന്നത്? അതിപ്പോഴും ഇങ്ങനെ മരങ്ങളൊക്കെ മരങ്ങളൊക്കെ കാണുമ്പോൾ മരം കയറാൻ തോന്നും. അങ്ങനെ മരങ്ങൾ ഇങ്ങനെ നിരീക്ഷിക്കാൻ എനിക്കിഷ്ടം. ഒരു മരം കാണുമ്പോഴത്തേക്ക് അവർക്ക് മരം കയറാനായിട്ട് തോന്നും.
അതിലുള്ള മാങ്ങ പറിച്ച് ആരുടെയെങ്കിലും തലയിലെറിയാൻ തോന്നാറുണ്ടോ? അങ്ങനെ ചെയ്യുന്ന ഒരാളെ പറ്റി ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന ഒരു സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതില്ല, നിനക്ക് മരം കയറാൻ തോന്നും, വാന നിരീക്ഷണം പോലെ മരങ്ങളെ നിരീക്ഷിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എൻവയോൺമെന്റൽ സയന്റിസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു മാവോ തെങ്ങോ നോക്കി ഇരിക്കാം. അങ്ങനെയല്ല, ചുമ്മാ നിരീക്ഷിക്കാനും. ഇനി വീട്ടിലാരാ ഉള്ളത്? അച്ഛനമ്മ? അച്ഛൻ, അമ്മ, ചേട്ടൻ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഡിഗ്രി സെക്കൻഡ് ഇയർ. ഓ, വലിയ ചേട്ടനാണ്. എങ്ങനെയുണ്ട് ഈ ഇത്രയും വലിയ ചേട്ടനായിട്ടുള്ള ജീവിതം? എങ്ങനെയുണ്ട്? കഷ്ടപ്പാടാണോ? അടിയൊക്കെ കൂടും. അടിയൊക്കെ കൂടും. ഇനി മോനിലേക്ക് വരുമ്പോൾ പേര്? ഞാൻ ആദിത്യൻ AS. ആദിത്യൻ AS. ഓക്കെ, എന്ത് ചെയ്യുന്നു? 6ാം ക്ലാസ് വിദ്യാർത്ഥി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ജീവിതം? എങ്ങനെ പോകുന്നു? കൊള്ളാം. ആദിത്യന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ ചെയ്യാനായിട്ട്? കളിക്കണം. കളിക്കണം. ഏത് കളി? ഫുട്ബോൾ. ഫുട്ബോൾ കളിക്കണം. ഓക്കെ, വേറെ ജീവിതത്തിൽ വേറെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും? ആംബിഷൻ ഉണ്ട്. എന്താണ് അംബിഷൻ? IAS ഓഫീസർ. IAS ഓഫീസർ ആകണം. ഓക്കെ, അത് കൊള്ളാലോ. അത് IAS ആയില്ല, എന്തായാലും ആവും. എന്നാൽ പോലും ഒരു പ്ലാൻ B വല്ലതും ഉണ്ടോ? IPS വേറെ എന്തെങ്കിലും ഉണ്ടോ? IPS ഓഫീസർ. IAS അല്ലെങ്കിൽ IPS ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വേറെ ഒരു ഓപ്ഷനും മനസ്സിലില്ല. വീട്ടിലാരൊക്കെയാ ഉള്ളത്? അച്ഛൻ, അമ്മ, അനിയൻ. അനിയനും കൂടെയുണ്ട്. അനിയൻ എങ്ങനെയുണ്ട്? വികൃതിയാണ്. വികൃതിയാണോ? ഭയങ്കര നമുക്ക് ശല്യമായിട്ട് തോന്നുന്നൊരു മൊമെന്റ് ഏതാണ്? എല്ലാം കാര്യമായിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവ ഇടക്കേറി വന്ന് അത് എന്തെങ്കിലും കാര്യമായിട്ട് മോൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, വെറുതെ വലിഞ്ഞു കയറിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അനിയനെ മാറ്റി ഒരു അനിയത്തിയെ റീപ്ലേസ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും ഫീൽ വന്നിട്ടുണ്ടോ? ഇല്ല, എന്നാൽ അനിയൻ മതി. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ? എൻ്റെ പേര് അഭിഷേക്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, 7ാം ക്ലാസ്സിലാണ്. എങ്ങനെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, അമ്മൂമ്മ. അമ്മുമ്മയുണ്ട്. അമ്മുമ്മ കഥകൾ വല്ലതും പറഞ്ഞു തരാറുണ്ടോ? ഓ, പറഞ്ഞുതരാറുണ്ട്. പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. എന്തായാലും ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു, GK റൗണ്ട്. ദുബായ് കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിങ്ങളുടെ സ്വപ്ന നിക്ഷേപ സാക്ഷാത്കാരത്തിന് RG ഗ്രൂപ്പിനെ സമീപിക്കൂ. GK റൗണ്ടിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാറേ വേറൊന്നുമില്ല, ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ പറയും. മലയാളം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫ്രണ്ടിലിരിക്കുന്ന ബസർ ഒന്ന് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഫോർ ഫൺ. ഓക്കെ സാർ, അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ടൈമിങ്ങിലാണ് ദിസ് മാറ്റേഴ്സ് എ ലോട്ട്. മലയാളം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബസർ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, റെഡി. ആദ്യത്തെ ചോദ്യമാണ്, വിച്ച് കൺട്രി ഹാസ് ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി? ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ള കൺട്രി ഏത്? ദി O ടീമാണ്. സാറേ? ഹോങ്കോങ്. ഹോങ്കോങ് ശരി ഉത്തരം. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു പ്രായം, അതിനെയൊക്കെയാണ് ഒരു ജീവിത കാലയളവല്ലേ സാറേ? ജീവിത കാലയളവിനെയൊക്കെയാണ്. കേരളത്തിൻ്റെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയെന്നാണ് മോക്ക് ഈ ചെറിയ പ്രായത്തിൽ തോന്നിയിരിക്കുന്നത്? ഏതുവരെയൊക്കെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ? 90 വയസ്സ്, 91 വയസ്സ്. 90, 91 വരെയൊക്കെ പോകുന്നുണ്ട് കേരളത്തിൽ. നിനക്കെന്താ തോന്നുന്നത് കേരളത്തിൻ്റെ ഒരു ആവറേജ് ഒരു 90. ആവറേജ് തന്നെ ഒരു 90 ഉണ്ട്. നിനക്കോ? 90 വിട്ട് ഒരു കളിയുമില്ല പിള്ളേർക്ക്. 90 എനിക്ക് തോന്നുന്നു ഒരു 65, 70 ഒക്കെയാണ് 70 ഒക്കെയാണ് ജീവിതം എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ. അത്രയും ജീവിക്കൂല, അത്രയേ ഉള്ളൂ എന്നല്ല, പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഒരു കണക്കെന്നേ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് ചോദ്യം ഇതാണ്, വിച്ച് ബുക്ക് ബൈ അരുന്ധതി റോയ് വോൺ ദി ബുക്കർ പ്രൈസ്? ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയുടെ പുസ്തകം ഏതാണ്? ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയുടെ പുസ്തകം. ഞങ്ങളുടെ O ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. സോ ഞങ്ങളുടെ ടീം O പറഞ്ഞ ഉത്തരം ശരിയാണ്. ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അറിയായിരുന്നോ? അരുന്ധതി റോയിനെ അറിയോ? ആരാ അരുന്ധതി റോയ്? ഇംഗ്ലീഷ് എഴുത്തുകാരി. ഓക്കെ, അറിയായിരുന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, ഹു വാസ് ദി ആൻഷ്യന്റ് ഗ്രീക്ക് ഗോഡ് ഓഫ് ആർച്ചറി? ഗ്രീക്ക് ദേവന്മാരിൽ ആരാണ് അമ്പെയ്ത്തിന്റെ ദേവൻ എന്നറിയപ്പെടുന്നത്? O ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്ന. ആൻസർ ഹെർക്കുലീസ്. തെറ്റുത്തരം. എന്തേലും ഐഡിയ ഉണ്ടോ? ഏതാണ്? ഒന്ന് ആലോചിക്കുക. ഒരു ഗ്രീക്ക് ദേവന്റെ പേര് വെറുതെ പറഞ്ഞേ. അരിസ്റ്റോട്ടിൽ. അദ്ദേഹം ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു, ദൈവമല്ല. ഗ്രീക്ക് ദേവൻ അപ്പോളയായിരുന്നു. കറക്റ്റ് ആൻസർ. അപ്പോളയാണ് അമ്പെയ്ത്തിന്റെ ദേവൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് കേരള ഫോംഡ് ആസ് ആൻ ഇന്ത്യൻ സ്റ്റേറ്റ്? കേരളം ഇന്ത്യൻ സംസ്ഥാനമായി രൂപീകൃതമായ വർഷം. Y ടീമാണ്. ഉത്തരം എന്താണ്? 1956 നവംബർ 1.
നവംബർ 1, 1956. ശരി ഉത്തരം. നവംബർ 1 അപ്പം നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യും? കേരളപ്പിറവി. കേരളപ്പിറവി സെലിബ്രേറ്റ് ചെയ്യും. അതറിയാൻ സാറേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഓക്കെ, അടിപൊളി. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വേർ ഇസ് എ ബ്രിട്ടീഷ് കൊളോണിയൽ പ്രിസൺ സെല്ലുലാർ ജയിൽ ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ജയിൽ സെല്ലുലാർ ജയിൽ എവിടെയാണ്? ദി ഓ ടീമാണ്. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ. ശരി ഉത്തരം. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് എ നാഷണൽ സ്പോർട്ട് ഓഫ് ജപ്പാൻ? ജപ്പാന്റെ ദേശീയ കായിക വിനോദം ഏതാണ്? ഞങ്ങളുടെ വൈറ്റ് ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്? സുമോ റെസ്ലിംഗ്. സൂമോ റെസ്ലിംഗ്. സൂമോ വരെ കണ്ടിട്ടുണ്ടോ? ഇവര് പറഞ്ഞ സൂമോ റെസ്ലിംഗ് കറക്റ്റ് ആൻസർ. സൂമോ ഗുസ്തി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കാർട്ടൂണിൽ കാർട്ടൂണിൽ കണ്ടിട്ടുണ്ടോ? എങ്ങനെ മെലിഞ്ഞ ആൾക്കാരുമായിട്ടുള്ള യുദ്ധമാണോ? പിന്നെ വലിയ ആൾക്കാർ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ്. വിച്ച് ഈസ് ദ ഓൺലി ഫ്ലാഗ് ഇൻ ദ വേൾഡ് ദാറ്റ് ഇസ് നോട്ട് കോഡിലാറ്ററൽ ഇൻ ഷേപ്പ്? 4 വശങ്ങളില്ലാത്ത ഒരേ ഒരു പതാക ഏതാണ്? ഓ ടീമാണ് ബസർ പ്രസ് ചെയ്തിരിക്കുന്നത്. നേപ്പാൾ. നേപ്പാൾ. ശരി ഉത്തരം. നേപ്പാളിന്റെ പതാക കണ്ടിട്ടുണ്ടോ ചേച്ചി? കണ്ടിട്ടുണ്ട്. ഇത് കോഡ്ലാറ്ററൽ. സാറേ അതിന്റെ ഷേപ്പ് ഒന്ന് പറയാൻ പറ്റുമോ ഞങ്ങളോട്? 3 സൈഡ് എൻ്റെ കട്ടായിരിക്കും, സൈഡിലെ 3 സൈഡ് കട്ടാണ്. കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് നേപ്പാൾ എന്ന രാജ്യത്തിനാണ് 4 വശങ്ങളില്ലാത്ത ഒരേ ഒരു പതാക എന്ന് പറയുന്നത്. ഓക്കെ, നേപ്പാൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യക്ക് അടുത്താണോ ദൂരത്താണോ? അടുത്താണ്. അടുത്താണ്. ഓക്കെ, ഈ അർജന്റീന ദൂരത്താണോ അടുത്താണോ? ദൂരത്താണ്. ദൂരത്താണ്. ഓക്കെ, ഏറ്റവും ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതായിരിക്കും ഇന്ത്യയിൽ നിന്നും? USA. USA. അമേരിക്കയാണ് ഏറ്റവും ദൂരം. നമുക്ക് എത്ര സമയം എടുക്കും ഫ്ലൈറ്റിലൊന്ന് അമേരിക്ക വരെ എത്തിപ്പെടാൻ? നിനക്ക് എന്താ തോന്നുന്നു? ഇത്രയും ദൂരം അല്ലേ? ഒരു 1.5 ദിവസം 1.5-2 ദിവസം എടുക്കും. അപ്പോൾ അവനറിയാം കേട്ടോ, ഒരുവിധം കാര്യങ്ങളെല്ലാം അവനറിയാം. അപ്പോൾ എന്തായാലും 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് മലയാളം നോവലിസ്റ്റ് യൂസ് ദി പെൻ നെയിം വിലാസിനി? വിലാസിനി എന്ന തൂലികാ നാമം ഉപയോഗിച്ച മലയാളം നോവലിസ്റ്റ്. വൈറ്റ് ടീമാണ് ഇതിനുള്ള ഉത്തരം പറഞ്ഞാൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. പറഞ്ഞു. MK മേനോൻ. MK മേനോൻ. ശരി ഉത്തരം. വെരി ഗുഡ്. എങ്ങനെ അറിയാം? ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. അവൻ പഠിച്ചിട്ടുണ്ട്. കാരണം ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ GK ക്വിസിന്റെ സമയത്തൊക്കെ ഇത് പഠിക്കും. വെരി കറക്റ്റ്. അടിപൊളി. ഓക്കെ, പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന്. വാടാ മോനെ. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. അപ്പോൾ 9ാമത്തെ ചോദ്യമാണ് സാറേ. വാട്ട് ഈസ് ദ മെയിൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ എ സിംഫണി ഓർക്കസ്ട്ര? സിംഫണി ഓർക്കസ്ട്രയിൽ ഉപയോഗിക്കുന്ന പ്രധാന ഉപകരണം ഏതാണ്? ദി ഓ ടീമാണ് മാം. വയലിൻ. വയലിൻ. ശരി ഉത്തരം. സിംഫണി ഓർക്കസ്ട്ര മാം കണ്ടിട്ടുണ്ടോ? എൻജോയ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ഏറ്റവും കേൾക്കാൻ സുഖമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഏതാണോ മാമിന് തോന്നുന്നത്? എനിക്ക് ഈ വയലിൻ തന്നെ. വയലിൻ തന്നെ ഇഷ്ടമാണ്. ഓക്കെ, കുഞ്ഞുങ്ങൾക്കോ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഇഷ്ടം? ഗിറ്റാർ. ഗിറ്റാർ ഇഷ്ടം. മോനോ? വയലിൻ. വയലിൻ. ഇവിടെ മോൾക്കോ? എനിക്ക് ഫ്ലൂട്ട്. ഫ്ലൂട്ടാണ് അവൾക്ക് ഇഷ്ടം കേൾക്കാനായിട്ട്. അടിപൊളി. സാറിന് അങ്ങനെ ഈ പാട്ട് കേട്ട് ഉറങ്ങുന്നത്? കാരണം ഇത്രയും റിസ്ക് പിടിച്ചൊരു ജോലിയുടെ ഇടയിൽ എങ്ങനെയാണ് സാറ് റിലാക്സ് ചെയ്യാൻ സാർ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഗസൽ സോങ്സ്. ഗസൽ സോങ്സ് കേൾക്കും. അങ്ങനെ ആരുടെ ഇന്ന ആളുടെ സ്പെസിഫിക് ആയിട്ടുണ്ടോ? ഗസൽ സോങ്സ് അർജിത് സിംഗ് പലരും ഉണ്ടല്ലോ, പഴയ ആൾക്കാരുടെ ഇത് കേൾക്കാം. സാർ പുതിയ സിനിമകളെല്ലാം കാണാറുണ്ടോ? ഉണ്ട്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഈ ഇറങ്ങിയ ഒരു സിനിമ ഏതായിരുന്നു? ബൊഗെയിൻവില്ല സാറിന് ഇഷ്ടമായി. അപ്പൊ സാറ് മാനസികമായി ഞങ്ങളുടെ യൂത്തിനൊപ്പം തന്നെയാണ് കേട്ടോ. സാറിന് ഈ മുഖത്തൊരു സീരിയസ്നെസ്സേ ഉള്ളൂ. ഭയങ്കര ചിട്ടയായ ഒരു ജീവിതമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സാറ് പാട്ട് പാടുമെന്ന് ഇങ്ങനെ ഒരു കിംവദന്തി. ഐ ഡോണ്ട് സിംഗ്. ഞങ്ങൾ ഇത്ര സീരിയസ് ആയിട്ട് ജോലി ചെയ്യുന്നവരൊന്നും പാട്ട് പാടാറില്ല. ഗസലൊന്നും മൂളത്തൊന്നും ഇല്ലേ സാറേ? ആണോ? മാമോ? ഇല്ല. അംഗനവാടി ടീച്ചേഴ്സ് ഡെഫിനറ്റ് ആയിട്ട് പാട്ട് പാടിയിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ പിള്ളേർ ഉറക്കാനെങ്കിലും ഞങ്ങൾ പാട്ട് പാടി ഉറക്കിയിരിക്കും. ഒരു 2 വരി. ഉത്സവത്തിന് ഒരു കുഞ്ഞിന് അച്ഛനൊരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്ത് ഒരു പാട്ട് പാടാം. ഓക്കെ, ഷുവർ. അല്ലാതെ സിനിമാ പാട്ട് അങ്ങനെ അറിയില്ല. ഒരു പ്രോബ്ലം ഇല്ല. ഉത്സവത്തിന് ഞാനന്ന് പോയപ്പോൾ അച്ഛൻ എനിക്ക് വാങ്ങി തന്നു കൊച്ചു കിലുക്കം. കിലുക്കം കിലുകിലുക്കം കിങ്ങിണികൾ, കിലുകിലേ ചിരി പൊഴിക്കും കിങ്ങിണികൾ.
നിങ്ങളെൻ്റെ കിലുക്കം കട്ടെടുക്കരുതേ, നിങ്ങളെൻ്റെ കിലുക്കം കണ്ണു വെക്കരുതേ, കണ്ണു വെച്ചാൽ അമ്മ വന്ന് കണ്ണുരുട്ടും, കട്ടെടുത്താൽ അച്ഛൻ എനിക്ക് വാങ്ങിത്തരില്ല. അടിപൊളി. ഓക്കെ, കുഞ്ഞു പിള്ളേർക്കൊക്കെ പാടിക്കൊടുക്കുന്ന ഒരു പാട്ടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എന്തായാലും ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുള്ളൂ. 10ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കാനഡ? കാനഡയുടെ തലസ്ഥാനം ഏതാണ്? ഏതാണ്? ഒട്ടാവ. ഒട്ടാവ. കറക്റ്റ് ആൻസർ. കാനഡയുടെ തലസ്ഥാനം ഒട്ടാവ എന്നാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ റൗണ്ട് അവസാനിക്കുമ്പോൾ നമ്മുടെ വൈറ്റ് ടീം കരസ്ഥമാക്കുന്നു 8 പോയിന്റ്സ്. ഞങ്ങളുടെ ഓ ടീം ലീഡ് ചെയ്യാണ്. ദേ ഗോട്ട് ലൈക്ക് 10 പോയിന്റ്സ്. ഞങ്ങളുടെ YXOയിലെ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ ഓ ടീമാണ് കേട്ടോ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട് ഞങ്ങളുടെ വൈറ്റ് ടീം കുഞ്ഞുങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കരുത്ത് കാണിക്കാൻ മുന്നോട്ട് ഇറങ്ങുന്ന ഒരു റൗണ്ട് കൂടിയാണ് ഞങ്ങളുടെ ഗെയിം റൗണ്ട് എന്ന് പറയുന്നത്. അതെ, ഞങ്ങളുടെ അടുത്ത റൗണ്ട് ഗെയിം റൗണ്ട്. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. ഗെയിം എന്താണെന്നും ഗെയിമിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നും ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് അറിയാം. കാരണം അത് കഴിഞ്ഞാലേ നമുക്ക് ആരൊക്കെയാണ് ഇതിൽ നിന്ന് പ്ലേ ചെയ്യാൻ എത്തുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ സാറേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ പ്രോപ്പർട്ടീസ് എത്തിക്കഴിഞ്ഞു. ആൻഡ് ഇന്നത്തെ ഗെയിം മമ്മി റാപ്പ്. ഇതൊരു ഇൻ്റർനാഷണൽ ഗെയിമാണ്. നമ്മുടെ ഈജിപ്തിലെ പിരമിഡ്സിൻ്റെ അകത്തുള്ള മമ്മീസിനെ കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ ക്ലോത്തൊക്കെ ഇട്ട് ചുറ്റി. ആരാ മമ്മീസ്? ഈജിപ്തിലെ പഴയ രാജാക്കന്മാരുടെ വെരി കറക്റ്റ്. പഴയ രാജാക്കന്മാരുടെ ശരീരങ്ങളെല്ലാം അവർ കൃത്യമായിട്ടത് മമ്മിഫിക്കേഷൻ ചെയ്ത് മമ്മീസായിട്ട് വെച്ചേക്കാണ് ഈജിപ്തിൽ, അല്ലേ? അപ്പോൾ അതുപോലെ നമ്മളിതേ വേറൊന്നുമില്ല. ഇത് കുറച്ച് ടോയ്ലറ്റ് ടിഷ്യൂസാണ്, വളരെ നൈസറാണ്. സോ നിങ്ങളുടെ കൂട്ടുകാരത്തി അല്ലെങ്കിൽ കൂട്ടുകാരനെ നിങ്ങളൊന്ന് മമ്മി റാപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് വെച്ചാൽ വെരി ലൈറ്റ്, അല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൊളിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഏറ്റവും കൃത്യമായിട്ട് ഏറ്റവും ഭംഗിയിൽ മമ്മിഫിക്കേഷൻ ചെയ്യുന്ന ആ ടീമാണ് വിജയിക്കുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഓക്കെ, അപ്പോൾ പൊട്ടാതെ പതറാതെ കൃത്യമായിട്ട് നല്ല കവർ ചെയ്ത്, അതിൽ കണ്ടിട്ടില്ലേ ഒരൊറ്റ രീതിയിൽ പോലും ഗ്യാപ്പില്ലാതെയാണ് അവരത് ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിൽ നമ്മൾ ചെയ്യണം ഈ ടിഷ്യൂ പേപ്പറിൽ. ഓക്കെ ആണോ? ആരൊക്കെയാണ്? അപ്പോൾ വൈറ്റ് ടീമിൽ നിന്ന് ആരാണ് പ്ലേ ചെയ്യാൻ വരുന്നത്? ഞാനും. ഓക്കെ, രണ്ടുപേരും കൂടെ ചേർന്നാണ്. അപ്പോൾ വായോ, രണ്ടുപേരും വായോ. മോളെയാണ് മമ്മിഫിക്കേഷൻ ചെയ്യാൻ ഒരുങ്ങുന്നത്. അപ്പോൾ റെഡിയാണോ? റെഡിയാണ്. നീ അനങ്ങരുതധികം, അനങ്ങിയത് പൊട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. ഭംഗിയായിട്ട് ചെയ്യാം, പൊട്ടാതെ ചെയ്യാം. ആ 2 ടിഷ്യൂ വരട്ടെ, അതാണ്. നീ പൊട്ടിക്കരുത്, നീ പൊട്ടാതെ ചെയ്യണം. പതിയെ ചെയ്താ, നീ പതിയെ ചെയ്തേ, പതിയെ ചെയ്തേ, പതിയെ ചെയ്തേ, പതിയെ വലിക്കാതെ ചെയ്യാം. പൊട്ടിപ്പോയി പൊട്ടിതാ, പോയി 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 പോയാൽ വേണ്ടേ നമുക്ക്? അവിടെ തുടങ്ങി, അവിടെ തുടങ്ങിക്കോ. ഭംഗിയിൽ ചെയ്യണം. അയ്യോ പോയി വീണ്ടും പോകും. പയ്യെ ചെയ്തേ. ഓ പോയി 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 പോയി. നീ അതൊക്കെ പറ്റും. താഴോട്ട് കുറെ കിടക്കുന്നുണ്ട്. വലിച്ചാൽ പോയി, വലിക്കില്ല നീ. വലിക്കാതെ നല്ല ഭംഗിയിൽ കവർ ചെയ്യുന്ന മോളെ. കൈ അടുപ്പിച്ചെന്ന് വെച്ചോ, അവൻ ചെയ്ത് കൊടുക്കുന്നു. കൈയെടുക്കല്ലേ നീ? നീ കൈയെടുത്താൽ തീർന്ന്. അതാണ്, നിങ്ങൾ രണ്ടുപേരും ഇത് ഒരുമിച്ച് നിന്നാലേ ഇത് തീരുള്ളൂ.
വലിക്കല്ലേ, നീ വലിക്കല്ലേ, കുറച്ചുകൂടെ തുറന്നു വിട്ട്. സെറ്റായ നമ്മളോട് പറയണം, നിന്റെ മമ്മി ഇതാണെന്ന് പറയണം. അവൾ ഉരുകി നിൽക്കുകയാണ് കേട്ടോ. ചിരിക്കാനും വയ്യ, ഞാനും വയ്യ. അയ്യോ, അവൾ ഏത് സമയത്താണ് ഇങ്ങനെ ചുറ്റിയാ മതിയായിരുന്നു. ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണം, ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണം കൊണ്ടുവരാനായിട്ട്. നീ കഴുത്തൊന്നും ഇട്ട് കൊടുക്കണ്ട, അവ ശരിയായിക്കോളും. വിചാരിക്കണം ഏതോ ദുർഘടം പിടിക്കാൻ. മോനെ വെച്ചു കൊടുത്തോ, മോനെ വെച്ചോ. കേൾക്കില്ലേ? അവർക്ക് ശ്വാസം കിട്ടുമെന്നൊക്കെ മൂക്ക് കിട്ടോ നീ ഇല്ലാതെടാ പട്ടി. ചിരിക്കല്ലേ, നീ ചിരിച്ച പോയി. ഇത് കണ്ണുകൂടെ നീ പേടിക്കാനോ, കണ്ണടച്ചിരുന്നോ. ശ്വാസം കിട്ടും, ശ്വാസം കിട്ടും. സമ്മതിച്ചെന്ന് അവൾ പ്രതീക്ഷയില്ല, ഫുള്ള് കൂടുന്നു. പറയാ നിനക്ക് തോന്നുന്ന സമയം എൻ്റെ അടുത്ത് പറയണം. എവിടെ വയ്ക്കും ഒക്കെ അതവിടെ വെക്കണം. അതൊക്കെ കീറി എടുത്ത് എവിടെയെങ്കിലും അത് കുത്തി വെക്കും. മതിയെന്ന് തോന്നി നമുക്ക് ചെയ്യാം. കറക്റ്റ്, വെരി കറക്റ്റ്. ഇനി അതവിടെ വെച്ചോ. കംപ്ലീറ്റ് ആയോ? അതെന്തേലും ഇനി ചെയ്യാനുണ്ടോ? കംപ്ലീറ്റ് ആയി. എന്ത് തോന്നുന്നു ഈ മമ്മിയെ കണ്ടിട്ട്? നീ തന്നെ ചിരിക്കാണോടെ? നീ അല്ലേ ഉണ്ടാക്കിയത്, എന്നിട്ട് നീ തന്നെ നിന്ന് ചിരിക്കാന്നോ? ഒന്നും തോന്നില്ല. നിന്റെ മമ്മിയെക്കാളും സൂപ്പറാണോ ഈ മമ്മി? അല്ല, കുഴപ്പമില്ല. എവിടെയെങ്കിലും ശരിയാക്കാനുണ്ടോ ഇനി? ഇല്ല, ഇവിടെ കഴിഞ്ഞു. പക്ഷെ അവനെ കഴിഞ്ഞു, നിനക്ക് മതി. മോളെ ഓക്കെ ആണോ? എന്തേലും മിണ്ടി നോക്കിയേ. ശ്വാസം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? എല്ലാം ഉണ്ട്. ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ അവക്ക്? നിനക്ക് അവനെ ചുറ്റിയാ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അവള് അകത്ത് കരയുവാ കുഞ്ഞ്. അതുകൊണ്ട് നമുക്കിത് കീറി ജസ്റ്റ് മൂക്ക് മാത്രം പുറത്തൊന്ന് അടിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞു. ശ്വാസം കിട്ടിയോ ഒന്ന്? പേടിച്ചു പോയോ? ഇനി എന്ത് തോന്നി? നിനക്കിത് വേണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നോ? തോന്നി. അവൾക്ക് പുല്ല് വെട്ടും പോയി. ഓക്കെ, കുഴപ്പമില്ല. അപ്പം എന്താണേലും മോളുടെ സമയം നോക്കിയിട്ടുണ്ട്. നമുക്ക് നീ വാ ഒന്ന് അഴിച്ചു കൊടുക്ക്. അവൻ ചെയ്തിട്ട് പോയേക്കാണ്. നിനക്ക് എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? എന്നാലും വേണ്ടായിരുന്നു എന്ന് തോന്നി. ശരി, എന്തായാലും കുഴപ്പമില്ല. രണ്ടുപേർക്കും ദേ സീറ്റിൽ പോയി നിൽക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ വൈറ്റ് ടീം ചെയ്തത് കണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ആ മമ്മിയുടെ നല്ലതും പോരായ്മയും എന്തായിരുന്നു? താഴെ മുട്ടിൻ്റെ താഴെ കുറച്ച് കവർ ചെയ്യേണ്ടത്. മുട്ടിൻ്റെ താഴെ ശരിയായിട്ടില്ല, അതാണ് അവരുടെ ഇത്. അത് ഇവർ അത് കവറപ്പ് ചെയ്തായിരിക്കും നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ആരൊക്കെയാണ് ഇവിടെ ചെയ്യാനെത്താൻ പോകുന്നത്? ഞാനും. 2 പെണ്ണുങ്ങളാണ് ഇറങ്ങാൻ പോകുന്നത്. 2 പെണ്ണുങ്ങൾ. ഇതിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. ആരാണ് മമ്മി? അവൻ മാമാണ് മമ്മിയായി നിൽക്കാൻ പോണം. മാം അനങ്ങിയാൽ ഇത് പോയി. മാം കയ്യോ ഇതോ ചലിപ്പിക്കാം. സാറിനൊരു ചെറിയ സന്തോഷമുണ്ട്, കാരണം സാറിന് ചിരിക്കുന്നതൊക്കെ. കുറച്ചു നേരമെങ്കിലും വാ മൂടിക്കെട്ടി അവിടെ നിൽക്കുമല്ലോ. കുറച്ച് നേരമെങ്കിലും വായൊന്ന് മൂടിക്കെട്ടി നിൽക്കുമല്ലോ. അതുകൊണ്ട് സന്തോഷത്തിലാണ് സാറ്. അപ്പം എന്തായാലും ചേച്ചി ഓക്കെ അല്ലേ? അംഗനവാടിയിൽ എത്ര പിള്ളേരെ നമ്മൾ ഒരുക്കി എടുത്ത് കുളിപ്പിച്ച് കിടത്തി ഉറക്കുന്നതാ. അപ്പോഴാണ് ഇനി ഒരു മമ്മിയാക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാൾ ഈസിയാണെന്ന് തോന്നുന്നു. ഇതിനേക്കാൾ ഈസിയാണെന്ന്. പക്ഷെ നമുക്ക് നോക്കാം. വായോ, 2 പേർക്കും വരാം. മാം റെഡിയാണോ? ചേച്ചി റെഡി. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
ഓ ഇത് വേറെ ടെക്നിക്കാണ്. മുകളിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. മറ്റേവർ താഴെ നിന്നാണെങ്കിൽ വേറെ രീതിയിൽ റാപ്പ് ചെയ്യാണ്. വേറെ ടെക്നിക്കാണ്. ചേച്ചി എനിക്കല്ലേ വേറൊരു ടെക്നിക്കിലൂടെയാണ്. ഓ ബ്രില്യന്റ് ഐഡിയ. വെരി ബ്രില്യന്റ്. വെരി വെരി. എനിക്കൊരു ഈ ഗെയിം എന്തോ കളിച്ചിട്ടുണ്ടോ തോന്നുന്നു കേട്ടോ. പൊട്ടരുത്, പൊട്ടിക്കൂടാതെ. ശിശു പൊട്ടിയാൽ തീർന്നു. നമുക്ക് പിന്നെ ചെയ്യേണ്ടി വരും തുടക്കം തൊട്ട്. തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ വാ മൂടിക്കെട്ടോ. സാറിൻ്റെ ഐഡിയ ആയിരുന്നു ഇത്. തുടങ്ങുമ്പോഴേ വാ മൂടിക്കെട്ടി നമുക്ക് തുടങ്ങാന്ന് തിരിച്ച് കറക്കാൻ പറഞ്ഞു. സാർ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തോ? ഓപ്പൺ ചെയ്യുമ്പോഴേ റോള് തിരിച്ച് കറക്കാൻ അതുകൊണ്ട് ഫുള്ള് ചെയ്തില്ല, ഫുള്ളാവത്തില്ല. ഫുള്ളാവുന്നില്ല. സാറപ്പോ ഈ പറഞ്ഞ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കും. അതാണ് എത്ര അണിയറയിൽ ഇരുന്നുകൊണ്ട് എത്ര യുദ്ധ കമ്പനികൾക്ക് വേണ്ടി ബ്രെയിൻ ഒരുക്കിയ ആളാണ്. പിന്നെയാണ് ഇവിടെ ഒരു മമ്മി റാപ്പ്. ഏറ്റവും വൃത്തിയിൽ ചെയ്യണേ, എന്നാലേ കാര്യമുള്ളൂ. ആ പൊട്ടി 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 ഏറ്റവും വൃത്തിയിൽ വേണം ഞങ്ങൾക്ക്. ഇത് ഇത്രയൊന്നും കവർ ചെയ്തിട്ടില്ല. അത് ചെയ്യില്ല, ലാസ്റ്റേ ഉള്ളൂ. ഞങ്ങൾ പ്ലാനില്ല കേട്ടോ. മിഷൻ ഇമ്പോസിബിൾ പോലെ പ്ലാൻ എ, പ്ലാൻ ബി. പക്ഷെ മറ്റിവർ താഴെ നിന്ന് തുടങ്ങി, ഇവർ മുകളിൽ നിന്നാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഏതാണ് ഏറ്റവും എളുപ്പത്തിൽ ഭംഗിയായിട്ട് വേണേ ആ പിള്ളേരുടെ ഇത് വരാതെ ഏറ്റവും ഭംഗിയിൽ നമുക്ക് മമ്മി കിട്ടണം. ലാസ്റ്റ് വീക്ക് പണിയുണ്ടെന്ന് ചേച്ചി നീക്കിയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുള്ളൂ. മാം സംസാരിക്കാതെ 10 മിനിറ്റ് നിൽക്കുന്ന അതിൻ്റെ ഒരു സംഭവിച്ചിട്ട് അങ്ങനെ കാണാറില്ല. അമ്മ ചിരിക്കണം, കരയണോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. സാറേ ഈജിപ്തിൽ പോയിട്ടുണ്ടോ? ചേച്ചി ഈജിപ്തിൽ പോയിട്ടുണ്ടോ? പോയിട്ടേ ഇല്ല. പക്ഷെ കണ്ട പോലെ ഒരുക്കുന്നു കേട്ടോ. ആ സോഷ്യൽ സ്റ്റഡീസ് കൊണ്ട് പഠിച്ചിട്ടുണ്ട്, അല്ലാതെ ചെയ്തിട്ടില്ല. കണ്ടിട്ടില്ല. ഓക്കെ. പക്ഷെ ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിയായി തന്നെ ചെയ്യുന്നുണ്ട്. ഒരു ലെയറിൽ കറക്റ്റായിട്ട് ആദ്യം മറ്റേത് കോതി ഒതുക്കി റിവേഴ്സ് ഓപ്പണിംഗ് ചെയ്തതിലാണ് പിള്ളേർക്ക് അത് കിട്ടിയില്ല. ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. എനിക്ക് തോന്നുന്നു നിങ്ങളായിരിക്കും നേരത്തെ ചെയ്ത് തീർക്കുന്നത്, ഇവരായിരിക്കും ചെയ്ത് തീർക്കുന്നത്. പക്ഷെ അവള് ചെറുതായതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് നിനക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടെ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇത് കുഴപ്പമില്ല, ചിലപ്പോൾ ഉറപ്പില്ല. പക്ഷെ നീറ്റായിട്ടാണ് ചെയ്യുന്നത്, വളരെ നീറ്റായിട്ട്. പൊട്ടാതെ ചെയ്യണം. പൊട്ടാതെ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. സമയം എന്തായെന്ന് ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നില്ല. ഭംഗിയായിട്ട് ചെയ്യാം. പൊട്ടിപ്പോയി, പൊട്ടിപ്പോയാ പോയി പോയി. ആ പൊട്ടിപ്പോയാൽ തുടക്കം വരും, മൊത്തം അഴിഞ്ഞു പോവും. ചീട്ട് കൊട്ടാരം പോലെ പോവും. സമയം കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. ഒരുവിധം സെറ്റായി വരുന്നുണ്ട് ഞങ്ങള്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. വളരെ കുറച്ചും കൂടെ ഉള്ളൂ. വളരെ വളരെ കുറച്ചേ ഉള്ളൂ. പൊട്ടരുത് ചേച്ചി. ഒരുപാട് ഫോഴ്സ് പ്രയോഗിക്കരുത് കേട്ടോ. ഫോഴ്സ് പ്രയോഗിച്ചാൽ പൊട്ടിപ്പോവും. ഫോഴ്സേ പ്രയോഗിക്കരുത്. എവിടെയെങ്കിലും നിർത്തണമെന്ന് പറഞ്ഞാൽ അവിടെ നിർത്താം കേട്ടോ. ഒരു പ്രശ്നമില്ല. മതി എന്ന് തോന്നണമെങ്കിൽ തീരാറായി, എത്താറായി. കാൽപാദം വരെ. വെരി ബ്യൂട്ടിഫുൾ, മതി തുടങ്ങി അവിടെ വെച്ച് നിർത്താം. ചേച്ചിക്ക് എവിടെ വേണം വെച്ച് നിർത്താം. അവിടെ ചുറ്റിക്ക് വെച്ചാൽ മതി. പതിയെ വലിക്കരുത്, വലിക്കാതെ പതിയെ.
കുഴപ്പമില്ല. വേദന ഉള്ളതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ചേച്ചി അവിടെ നിർത്തിക്കുമെങ്കിൽ കുഴപ്പമില്ല. അത് കയറ്റി വെച്ചോ. കറക്റ്റായിട്ട് പൊട്ടിച്ചിട്ട് യെസ്, വെരി കറക്റ്റ്. ഇനി മിനിക്ക് പണിയെല്ലുണ്ടെങ്കിൽ വേഗം ചെയ്യാം. വെരി ഗുഡ്, വെരി ഗുഡ്. മുകളിൽ കുറച്ച് കവറപ്പ് ചെയ്യാനുണ്ട്. സാർ അവിടെ ഇരുന്ന് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇന്ത്യ പാക് യുദ്ധം പോലെ. കറക്റ്റായിട്ട് ഇച്ചിരി കൂടെ കവർ ചെയ്യാനുള്ളൂ. പൊട്ടാതെ കവർ ചെയ്യണം, പൊട്ടാതെ കവർ ചെയ്യണം, പൊട്ടാതെ കവർ ചെയ്യണം. ഒരൊറ്റ റോള് കൊണ്ട് മൊത്തം ചുറ്റിയെടുത്തിരിക്കുകയാണ്. യെസ്, എവിടെ വേണോ നിർത്താം അവിടെ നിർത്തിക്കോണം. എവിടെയാണോ when you feel like it's finished. മിനിമം 4 മമ്മിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോ എടുത്ത് സാറിന് മോൾക്ക് അയച്ചു കൊടുക്കണമെന്ന്. മമ്മി മിണ്ടാതിരുന്ന 10 മിനിറ്റുകളെന്ന്. തീർന്നെങ്കിൽ അവിടെ നിർത്താം. തീർന്നിരിക്കുന്നു. ഓൾ സെറ്റ്. ഓക്കെ, മമ്മിയോടാണ് ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് മാം? വെരി ഇൻട്രസ്റ്റിംഗ്. വെരി ഇൻട്രസ്റ്റിംഗ്. ഇതെന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ ഇപ്പൊ ഇരിക്കുന്നത്? അറിയാം. മമ്മി മമ്മി മാം എന്താണ് തോന്നുന്നത്? നല്ല നീറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് അതോ? നീറ്റാണ്. ഒന്നാമത് നഴ്സറി ടീച്ചറാണ്, അതുകൊണ്ട് ഇതൊക്കെ ക്രാഫ്റ്റിംഗ് ഒക്കെ നമുക്ക് ഈസി ആയിരിക്കും. ആണ്. എന്ത് തോന്നുന്നു മമ്മീനെ കണ്ടിട്ട്? എന്ത് തോന്നുന്നു? നന്നായിട്ടുണ്ട്. ആ, മുഖത്ത് നമുക്ക് അപ്പോൾ അഴിച്ചു കൊടുക്കാം. മാമിൻ്റെ ഇത്രയും ഭാഗം ഞങ്ങൾ അഴിച്ചു വിടുകയാണ്. കഴിഞ്ഞു. വെരി നൈസ്ലി ഡൺ. ആ മാം, ഇങ്ങനെ തന്നെ ഞങ്ങൾ പാഴ്സൽ ചെയ്ത് തന്നാൽ സാറിന് മിണ്ടാതെ കൊണ്ടുപോകാൻ. പക്ഷേ ഒന്നുമില്ല, സാറ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞാൻ ശരിക്കും സാറ് വന്നപ്പോൾ ഭയങ്കര സീരിയസ് ആളാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ സാറ് ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത് സാറ് മാമിനെ പറഞ്ഞയക്കുന്നു. മാം, ഞങ്ങൾ ലേഡീസ് ക്ലബിലൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ ഗെയിംസ് ഓർഗനൈസ് ചെയ്യണതും അതിൻ്റെ ഒരു മെയിൻ പാർട്ട് ഞാനായിരുന്നു. ആണ്. പിന്നല്ല, ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരേ സമയത്താണ് ഇരു ടീമുകളും മമ്മിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏറ്റവും നീറ്റായിട്ട് ഏറ്റവും കൃത്യമായിട്ട് ഭംഗിയായിട്ട് റാപ്പ് ചെയ്തിരിക്കുന്നത് ടീം ഓയാണ്. സാറേ, എന്നാ തോന്നി ഈ ഗെയിം കണ്ടിട്ട്? Actually, every day we should play this in the home. Every day we should play this. വീട്ടിലെല്ലാ ദിവസവും ഇത് കളിക്കാം. Instead of actually tissue paper, it should be that crepe bandage actually. അതാകുമ്പോ പിന്നെ പൊട്ടിച്ചെറിയാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് കംപ്ലീറ്റ് വായും കൂടെ അടയ്ക്കാം. വായു എങ്ങനെയുണ്ട് മാം? 10 മിനിറ്റ് അതാണ്. മാമിനെ കണ്ടില്ലെങ്കിൽ അറിയാം. അപ്പൊ അപ്പോഴറിയാം. അപ്പൊ അറിയാം സാറേ. ആ 1 മണിക്കൂർ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ല. അത് തന്നെ സാറേ. ഇന്ന് രണ്ടിലൊന്നും ഞാൻ അറിഞ്ഞിട്ടേ പോവുള്ളൂ ഇവിടുന്ന്. ഓക്കെ, താങ്ക് യു. അടിപൊളി മാം, താങ്ക് യു. ഞാൻ ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ടായ ഗെയിം റൗണ്ട് കഴിയുമ്പോൾ വിജയിക്കുന്നത് ടീം ഓ ആണ്. അപ്പോൾ 5 പോയിന്റും കൂടി ഇവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളുടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. സ്വിച്ചിങ് ഓവർ. ഓക്കെ, അപ്പോൾ സ്വിച്ചിങ് ഓവർ റൗണ്ട് തുടങ്ങാൻ പോവാണ്. സാറേ, ഒന്നുമില്ല, 5 ചോദ്യം ഉണ്ടാവും. ഞാൻ ആദ്യം വൈൻ്റെ അടുത്ത് 5 ചോദ്യം ചോദിക്കാം. അത് കഴിഞ്ഞ് ഓയിൻ്റെ അടുത്തും ചോദിക്കും. പാസ് മാർക്സ് ഒന്നും കാര്യങ്ങളില്ല. പക്ഷേ വൈയുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ കാലഘട്ടത്തിൽ ഇറങ്ങിയേറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കാം. നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കറണ്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുന്ന കാര്യങ്ങളും ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു എന്താ പറയുക, ഒരു ജനറേഷൻസ് തമ്മിൽ എങ്ങനെയാണ്, ചെറിയൊരു ക്രോസ് ചെക്ക് മാത്രം സാറേ. ഓക്കെ, റെഡിയാണോ? ഒന്ന് കൈയൊക്കെ തട്ടി എനർജിയിൽ നിന്നേ ചേച്ചിക്ക് വേണ്ടി. റെഡി? ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. വൈറ്റ് ടീമിൻ്റെ അടുത്താണ്. ഇന്ത്യൻ വോളിബോളിൻ്റെ ദൈവം എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വോളിബോളിൻ്റെ ദൈവം ആർന്നൊക്കെ അറിയാൻ പറ്റും? അതാണ്, ഇതൊക്കെ അറിയാം. ഇന്ത്യൻ വോളിബോൾ കണ്ടിട്ടുണ്ടോ? ഹാൻഡ് ബോൾ, വോളിബോൾ, ഫുട്ബോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവം, വോളിബോളിൻ്റെ, ഇന്ത്യൻ വോളിബോളിൻ്റെ ദൈവം, ഈ ഒരു കറക്റ്റ് പേര് പറഞ്ഞു നോക്കിയേ. അറിഞ്ഞൂടാ അവന്. സാറേ, ഉത്തരം ഏതാണെന്നൊന്നറിയാൻ. ജിമ്മി ജോർജ്. ജിമ്മി ജോർജ്. ജിമ്മി ജോർജ് ഇവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റേഡിയം ഒക്കെ ഉണ്ട് തിരുവനന്തപുരത്ത്. ജിമ്മി ജോർജ്
ഇന്ത്യൻ വോളിബോളിന്റെ ദൈവമെന്ന് അദ്ദേഹത്തെയാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. 1912 മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നടിഞ്ഞ് അപകടത്തിൽപ്പെട്ട കപ്പൽ ഏതാണ്? ടൈറ്റാനിക്. ടൈറ്റാനിക്. ശരി ഉത്തരം. എങ്ങനെ അറിയാം മോനെ ടൈറ്റാനിക് ആയിരുന്നെന്ന്? കണ്ടിട്ടുണ്ട്. ഏത് വാർത്തകളില്? യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ കാണും. ടൈറ്റാനിക്കിന്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടില്ല. ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കണ്ടു നോക്കാം അല്ലേ സാറേ? 1912 ഭയങ്കര ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഷിപ്പ് റോക്കിൽ ഏറ്റവും വലുത് കുട്ടികൾ കാണേണ്ടതാ ആണ്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയം തോന്നിയ ഒരു പീരീഡ് ഏതായിരുന്നു? കാരണം സാർ എമർജൻസി പീരീഡിൻ്റെ സമയത്ത് സാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടത്തിലൂടെ ഉണ്ടായിരുന്നു, പിന്നെ കാർഗിൽ യുദ്ധത്തിൻ്റെ സമയം. ഏറ്റവും കൂടുതൽ സാറിന് ഭയപ്പെട്ട ഒരു കാലഘട്ടം? ആക്ച്വലി ഭയപ്പെട്ടതെന്നുള്ളതല്ല, ആക്ച്വലി വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈം ഈ കൊറോണ കാലമായിരുന്നു. കൊറോണ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ മാത്രമല്ല, പൊതുവേ ഈ ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഞാൻ ആ സമയത്ത് ഹെൽത്ത് സർവീസ്, ഞാൻ റിട്ടയർ ആയിരുന്നു, അതിനുശേഷം ഹെൽത്ത് സർവീസിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ ബ്രേക്കൊന്നുമില്ല, എല്ലാവരും മാസ്ക് ഇട്ട് ആരും പുറത്ത് പോകാൻ പാടില്ല. പക്ഷേ എല്ലാ ദിവസവും രാവിലെ ഞാൻ ജോലിക്ക് പോകാറുണ്ട്. നമ്മുടെ സ്റ്റാഫും ഹോസ്പിറ്റലിൽ എല്ലാവരും 24 hours അവിടെ വർക്കിംഗ് ആയിരുന്നു അപ്പോഴും. അപ്പോൾ അത് വളരെ ഡിഫിക്കൽട്ടായ സമയമായിരുന്നു എല്ലാവർക്കും, പൊതുവെ എല്ലാവർക്കും ഡിഫിക്കൽട്ടായിരുന്നു. കൊറോണ കാലം 2 വർഷം വളരെ ലോകമെമ്പാടും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഓക്കെ. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു യുദ്ധം ഏതായിരുന്നു സാർ? ഈ ഒരു 1970 തൊട്ട് ഇതുവരെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ നമ്മുടെ 1970 തൊട്ട് 71 വാർ, ബിക്കോസ് ദാറ്റ് വാസ് എ വാർ. കാർഗിൽ എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എ ഫുൾ ഫ്ലെജ്ഡ് വാർ അല്ല, അത് യുദ്ധമല്ല. കാരണം നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് പാകിസ്ഥാനിലോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു കാർഗിൽ വാറിൽ. നമ്മുടെ ഭൂമിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒഫൻസീവ് ആയിട്ടുള്ള വാർ ഇല്ലായിരുന്നു. 1971 വാറും 65 വാർ എന്നൊക്കെ പറഞ്ഞാൽ ഒഫൻസീവ് ആയിരുന്നു. നമ്മൾ പാകിസ്ഥാനിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു, അവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള യുദ്ധമായിരുന്നു. 71 ബംഗ്ലാദേശ് വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധമായിരുന്നല്ലോ. ആ സമയത്തും വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാനിലും ഉള്ളിൽ ഇന്ത്യൻ പട്ടാളം പോയിട്ടാണ് ആ യുദ്ധം ചെയ്തത്. അപ്പോൾ ഇന്ത്യ പിടിച്ചെടുത്ത ഭൂമികൾ അവസാനം വിട്ടുകൊടുക്കേണ്ടി വന്നു നമുക്ക്, ബംഗ്ലാദേശ് വാർ. കറക്റ്റ്. അതുകൊണ്ട് ഭയാനകമായ യുദ്ധം എന്ന് പറയുന്നത് 71 ആയിരുന്നു പ്രധാനമായിട്ടും. 71 വാറാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭയപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത്. കാർഗിൽ വാറിൽ ഈ പറഞ്ഞ പോലെ ബൗണ്ടറി ക്രോസ് ചെയ്യാനായിട്ടുള്ള അനുമതി ഉണ്ടായിരുന്നു, ഗവൺമെന്റ് വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്, വെരി ഗുഡ്. അപ്പോൾ എന്തായാലും പറഞ്ഞ മാതിരി രണ്ടാമത്തേൽ ഒരു ശരി ഉത്തരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അടുത്തത്, ആരാണ് ഇത് എഴുതിയതെന്ന് പറയണം. ചേച്ചി ഒരു സെന്റൻസ് പറയാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, എന്നാൽ വായിച്ചാൽ വിളയും, വായിക്കാതിരുന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. കറക്റ്റ് ആൻസർ. അതെങ്ങനെ അറിയാം കുഞ്ഞുണ്ണി മാഷാന്ന്? പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കവിതകൾ, ഏറ്റവും ചെറുകഥകളൊക്കെ എഴുതിയ ഒരു വലിയൊരു എഴുത്തുകാരനാണ് കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ അറിയാം അദ്ദേഹത്തെ പറ്റി. വെരി ഗുഡ്. നാലാമത്തെ ചോദ്യം ഇതാണ്. പ്രശസ്ത രാഷ്ട്രീയ നാടകമായ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അത് അവതരിപ്പിച്ച നാടക സംഘം ഏതാണ്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊരു നാടകമേ കണ്ടിട്ടുണ്ടോ? നാടകം കണ്ടിട്ടില്ല മോനൊന്നും. ഓക്കെ, മോള് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നത് ഏത് നാടക സംഘത്തിൻ്റെ നാടകമാണ്? ഏത് നാടക സംഘമാണ് അത് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്നത്? വലിയ ഇതൊന്ന് കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്നത് അവർ തന്നെയാണ്. ഇത് ടോപ്പ് ലെജൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാടക സംഘമാണ്. ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് അഭിനേതാക്കൾ ആ ഒരു സംഘത്തിൽ നിന്ന് വന്നു, കളരിയിൽ നിന്ന് വന്നു. അറിയില്ല സാറേ, ഒന്ന് കുഞ്ഞുങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കും. മാം, KPSC ലളിത എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിലെ KPSC എന്ന് പറയുന്ന ആ നാടക സംഘമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളത്. തോപ്പിൽ ബാസി എന്നൊക്കെയുള്ള പേരുകളൊക്കെ ഉണ്ട് അതിൽ. ഓക്കെ. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യമാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്റർനെറ്റും ടെലിഫോണും ഉണ്ടാകുന്നതിന് മുമ്പ് സന്ദേശം അയക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധാരണ രീതി എന്തായിരുന്നു? ലെറ്ററും ടെലിഗ്രാമും. വെരി ഗുഡ്. ഇത് ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ? ലെറ്റർ കണ്ടിട്ടുണ്ടോ? ടെലിഗ്രാം കണ്ടിട്ടുണ്ടോ? ഇല്ല. ടെലിഗ്രാം കണ്ടിട്ടില്ല സാറേ. സാറൊക്കെ എത്രയോ ടെലിഗ്രാമുകൾ അയച്ചിട്ടുണ്ട്. മണി ഓർഡർ. ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു എപ്പിസോഡിൽ. പണ്ട് കാലങ്ങളിൽ പൈസ ഉപയോഗിക്കാനായിട്ട് പോസ്റ്റ് ഓഫീസിൽ ഉപയോഗിച്ചിരുന്ന പ്രോസസ്സിന്റെ പേരെന്തായിരുന്നു എന്ന്. മണി ലെറ്റർ എന്നൊക്കെയാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞത്. അവരാരും മണി ഓർഡർ കേട്ടിട്ടേ ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ടെലിഗ്രാം ആൻഡ് ലെറ്റേഴ്സ് കറക്റ്റ് ആൻസർ.
ഓക്കെ, അപ്പോൾ 5 ചോദ്യങ്ങൾ ഇവിടുത്തെ കഴിയാണ്. ഇനി ഞങ്ങളുടെ ഓ ടീമിൻ്റെ അടുത്ത് പോവാണ്. സാറേ, കുറച്ച് പുതിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, റെഡിയാണ് മാം? റെഡി മാം. ഞാൻ മനസ്സിലാക്കുന്നത് മാം ഭയങ്കര എനർജി ഉള്ള രണ്ടുപേരും, അത് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളവരെ കിട്ടുമ്പോൾ. ഓക്കെ, ഓ ടീമിൻ്റെ അടുത്തുള്ള ആദ്യ ചോദ്യം, ആപ്പിളിൻ്റെ വിർച്വൽ അസിസ്റ്റൻറ്റിൻ്റെ പേരെന്താണ്? ആപ്പിൾ കമ്പനി വികസിപ്പിച്ചെടുത്ത വെർച്വൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്കതിന് കമാൻഡ്സ് കൊടുക്കാം. നമ്മൾ സാറൊക്കെ സ്ഥിരമായിട്ട് ഇത് കേട്ടിട്ടുണ്ട്. വോയിസ് മെസ്സേജ് തെറ്റുത്തരമാണ്. സിറിയാണ്. സിറി, ഹലോ സിറി, നമ്മളിങ്ങനെ ചോദിക്കില്ല, ഹലോ സിറി, ഹേയ് സിറി. അപ്പോൾ സിറി ഉടനെ നമുക്ക് ഉത്തരം പറയാം, ഹേയ് എന്ന് പറഞ്ഞ്. അതാണ് സിറിയാണ് ആപ്പിൾ വികസിപ്പിച്ചെടുത്ത വെർച്വൽ അസിസ്റ്റൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഫോർട്ട് നൈറ്റ് എന്ന പ്രശസ്തമായ ഗെയിമിന് ഉപയോഗിക്കുന്ന ഗെയിമിംഗ് കൺസോൾ ഏതാണ്? ഫോർട്ട് നൈറ്റ്, സാറ് ഞെട്ടി. സാറ് എന്ത് സാധനമാണ് ഇതൊക്കെ? സാറ് വേറെ ഏതെങ്കിലും യുദ്ധ കപ്പലുകളെ പറ്റിയല്ല ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ അതാണ്. യുദ്ധ വിമാനങ്ങളെ പറ്റിയോ കപ്പലുകളെ പറ്റിയോ തോക്കുകളെ പറ്റിയോ ആയിരുന്നെങ്കിൽ സാർ ഇപ്പം തന്നെ മണിയായിട്ട് പറഞ്ഞത്. പക്ഷേ ഫോർട്ട് നൈറ്റ് എന്ന് പറയുന്ന വളരെ, നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? അത് അവർക്കറിയാം സാറേ, അതറിയാം, മറ്റേതൊന്നും അറിയില്ല. അതാണ് പറയരുത്. ഫോർട്ട് നൈറ്റ് എന്ന പ്രശസ്തമായ ഗെയിമിന് ഉപയോഗിക്കുന്ന ഗെയിമിംഗ് കൺസോൾ ഐഡിയ ഇല്ല സാറിന്. ഏതാണ് മക്കളെ? പ്ലേ സ്റ്റേഷൻ കേട്ടിട്ടുണ്ടോ സാറേ? പ്ലേ സ്റ്റേഷൻ ആണ് ആ ഗെയിമിംഗ് കൺസോൾ. നമ്മളിത് ശ്രദ്ധിക്കാത്തതാണ്, നമുക്കിത് അപ്രധാനമായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. നേരത്തെ വന്നൊരു ജനറേഷനിൽ ഈ പറഞ്ഞ പോലെ പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെ സിറി കണ്ടിട്ടുണ്ട്, ഇത് ഞങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു മെമ്മറി ഞങ്ങൾ തരുന്നു എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് സാറേ, ഒന്ന് നോക്കുക. സുഹൃത്തുക്കളുമായി ചിത്രങ്ങളും മറ്റ് ഉള്ളടക്കങ്ങളും, അതായത് മറ്റ് കണ്ടന്റുകളും പങ്കിടാൻ നമ്മുടെ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന സ്ട്രീക്സ് എന്ന ഫീച്ചർ ഉൾപ്പെടുന്ന ജനപ്രിയ ആപ്പ് ഏതാണ്? ഇപ്പോൾ വാട്സപ്പ് ഒരു ആപ്ലിക്കേഷനാണ്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതുപോലൊരു ആപ്പാണ് സാറേ. അതായത് ഇതാണെങ്കിൽ ഇറ്റ്സ് എ പോപ്പുലർ ആപ്പ് ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു ഷെയർ പിക്ചേഴ്സ് ആൻഡ് അതർ കോൺടാക്ട് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഇൻക്ലൂഡ്സ് എ ഫീച്ചർ കോൾഡ് സ്ട്രീക്സ്. വാട്സപ്പ് ഇസ് എ തെറ്റായ ഉത്തരവാണ്. ഏതാണ്? സ്നാപ്ചാറ്റ്. അതൊക്കെ എല്ലാ പിള്ളേർക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ സ്നാപ്ചാറ്റ്? എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? സ്നാപ്ചാറ്റ് ആണോ വാട്സപ്പ് ആണോ നല്ലത്? സ്നാപ്ചാറ്റ് ആണോ നല്ലത്? ഇൻസ്റ്റ ഓർ വാട്സപ്പ്, വിച്ച് ഈസ് ബെറ്റർ? ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സെലിബ്രിറ്റി? റൊണാൾഡോ. നീയോ? ക്രിസ്ത്യാനോ. മോളോ? മലയാളത്തിൽ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാം ഞാൻ ഉപയോഗിക്കില്ല. വേറെ ഏതാ ഉപയോഗിക്കുന്നത്? വാട്സപ്പിലെ യു ഗ്രൂപ്പിലേ ഉള്ളൂ നമ്മള്. യൂട്യൂബിലൊക്കെ ഉണ്ട്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആരെയാണ്? അയ്യോ, നമുക്കറിയില്ല കേട്ടോ, നമ്മൾ അത്രയിലോട്ട് എത്തിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽപ്പെട്ട ഒരാളാണ് സാറേ. പറഞ്ഞാൽ ഇത് കുറേ അറിയാം, അതും കുറേ അറിയാം, പക്ഷേ പൂർണ്ണമായിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് നാലാമത്തെ ചോദ്യത്തിലേക്ക് ഇത് കിട്ടും, മാമിന് ഇത് കിട്ടും. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി സിനിമ ഏതാണ്? പുലിമുരുകൻ. വെരി കറക്റ്റ്, പുലിമുരുകൻ. അത് നമുക്കറിയാമായിരുന്നല്ലോ സാർ. ആദ്യത്തെ 100 കോടി ക്ലബിൽ കയറിയ സിനിമ നമ്മുടെ ലാലേട്ടൻ്റെ പുലിമുരുകൻ. കണ്ടിട്ടുണ്ടോ? 3 പേരും പുലിമുരുകൻ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം ഇതാണ്. മലയാള സിനിമാ താരം ലിസിയുടെ മകളുടെ പേരെന്താണ്? പ്രശസ്ത മലയാള സിനിമാ താരം ലിസിയിലെ പ്രിയദർശൻ, ലിസി എന്ന് പറയുന്ന പ്രിയദർശൻ. വേണമെങ്കിൽ നമ്മൾ ലിസീനെ ഒന്ന് കാണിച്ചു തരാം. ലിസീനെ അറിയാം, എന്നാൽ ലിസീനെ ഒന്ന് കാണിച്ചു തരാം. വേണമെങ്കിൽ കാണിച്ചു തരട്ടെ? ലിസീനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് ലിസി. സാറിന് ലിസീനെ അറിയാം? ഒത്തിരി. ലിസിയുടെ മകളിപ്പം ഭയങ്കര ഹിറ്റാണ് സാർ. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഓടി നടന്ന ആൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാം ഒന്ന് പറഞ്ഞു. മാമിന് അറിയാം, കണ്ടിട്ടുണ്ട്. പേര് വരുന്നില്ല. അറിയാം, പക്ഷെ പേര് പെട്ടെന്ന് വരുന്നില്ല. പ്രിയദർശൻ, ലിസി കൂട്ടുകെട്ടിലുള്ള ഒരു പേരാണത്. നിനക്കറിയായിരിക്കുമല്ലോ. പറയില്ലേ? വല്ല ഐഡിയ ഉണ്ടോ? നോ ഐഡിയ. ആരാണ്? കല്യാണി പ്രിയദർശൻ ആയിരുന്നു ഉത്തരം. ഓക്കെ. എനിക്ക് മനസ്സിൽ ബാലാമണി എന്ന് ബാലാമണിയോ? കല്യാണി എന്നുള്ളത് വന്നത് ബാലാമണി എന്നാണ്. കല്യാണി എന്നുള്ളത് ബാലാമണിയിലായതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അറിയായിരുന്നു, നമ്മളത് മെമ്മറൈസ് ചെയ്യാത്തതിൻ്റെ കുറച്ച് ഇതേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല. അങ്ങനെ 3 റൗണ്ട്സ് കഴിയുമ്പോൾ നമ്മൾ സ്കോർ നില കൂടെ നോക്കാൻ പോവാണ്.
സോ ഞങ്ങളുടെ രണ്ട് ടീമുകളും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഇന്ന് കോമ്പീറ്റ് ചെയ്തു. അതിനേക്കാൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയെ സെർവ് ചെയ്ത ഒരാളുടെ ഒരു സാന്നിധ്യം നമ്മുടെ വേദിയിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. കാര്യം അത്രയും വർഷം അദ്ദേഹം 30+ ഇയേഴ്സ് ഈ ഒരു ഫീൽഡിൽ അത്രയും ഗംഭീരമായിട്ട് വർക്ക് ചെയ്തൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കിട്ടിയതിലുള്ള സന്തോഷം ഞങ്ങൾ ഈ ഒരു മൊമെന്റിൽ ഞങ്ങളുടെ കംപ്ലീറ്റ് ടീം അറിയിക്കുകയാണ്. സോ പ്രൗഡ് അബൌട്ട് യു സർ ഫോർ യുവർ പ്രസൻസ്. താങ്ക് യു സോ മച്ച്. സോ പ്രിവിലേജ്ഡ്. താങ്ക് യു. ഓക്കെ സാർ, അപ്പോൾ സാറിനെ കിട്ടിയോണ്ട് നമുക്ക് ഇങ്ങനെ ഒരാൾ വന്നാലും നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചോദിക്കണം സാറിന്, ഈ എയർഫോഴ്സ്, നേവി, ഇങ്ങനെ ഇവരുടെ 3 സെക്ടേഴ്സിനും ഈ സല്യൂട്ടിന് വ്യത്യാസമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സാറേ. ഒന്ന് ജസ്റ്റ് അതൊന്ന് എനിക്ക് ഹാൻഡ് ഗെസ്റ്റർ എങ്ങനെ മാറും? Army salute is like this. Your palm is shown front. Army should not outwards, fully outwards. Okay. Now naval salute is always like this. നേവൽ ഇങ്ങനെയാണ്. The palm is facing down. There is a reason for that, because അത് ഷിപ്പിനകത്ത് വർക്ക് ചെയ്യുന്നവരാണ് നേവിയിൽ. അപ്പോൾ അവരുടെ കൈ എക്സ്പെക്റ്റഡ് ടു ബി ഓൾവേസ് ഗ്രീസി എന്നുള്ള, ഗ്രീസിന്റെ ഇത് കാണുന്നുള്ള അത് ദാറ്റ് ഇസ് നോട്ട് ടു ബി ഷോൺ ഔട്ട് സൈഡ്, പുറത്ത് കാണിക്കാൻ പാടത്തുണ്ട്. ആ സല്യൂട്ട് ഇസ് ജനറേറ്റഡ് ലൈക്ക് ബ്രിട്ടീഷേഴ്സിന്റെ ആണ് ഇത്. എയർഫോഴ്സ് ഈസ് ഇൻ ബിറ്റ്വീൻ. ഇറ്റ് കംസ് ലൈക്ക് ദിസ് ഹാഫ്. That means sky is the limit. This indicates that sky ആണ് നമ്മൾ കാണിക്കുന്നത്. Sky is the limit. അതുകൊണ്ട് നമ്മുടെ സല്യൂട്ട് is always like this. It is not fully, neither it is like this, nor it is like this, in between. അപ്പം ഈ ആർമി ഫുള്ളി അത് ഔട്ട് ആണെന്ന് കാണിച്ചു സാർ. And the reason I am unarmed. എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. That is the reason. ആയുധങ്ങളൊന്നുമില്ല. ഞാൻ empty handed. അത് കൊള്ളാം. മനസ്സിലായോ? ആർമി ഫുള്ളി ഔട്ട് ആണ് കാണിക്കുന്നതെന്ന്. കാരണം ആയുധങ്ങളില്ല. പറഞ്ഞ പോലെ കൈ ഗ്രീസി ആയതുകൊണ്ട് നേവലിൽ വർക്ക് ചെയ്യുന്ന അവർ കാണിക്കുന്ന താഴോട്ടാണ്. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് സാറല്ലേ എയർഫോഴ്സ് കാണിക്കുന്നത്. സ്കൈ ഈസ് ദ ലിമിറ്റ്. ഇറ്റ്സ് ആൻ ഇൻഫർമേഷൻ. എനിക്ക് ആദ്യമായിട്ട് കേട്ടോ, എനിക്ക് ആ ഗ്രീസ് ഉള്ളതുകൊണ്ടാണ് അവർ താഴോട്ടെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി സ്കോർ നില ഞാൻ പറയുകയാണ്. വൈറ്റ് ടീമിന് ലഭിക്കുന്നത് 14 പോയിന്റ് ആണ്. ആൻഡ് ഞങ്ങളുടെ ഓ ടീമിന് ലഭിക്കുന്നു 17 പോയിന്റ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇന്നത്തെ ഗെയിം വിജയിച്ചിരിക്കുന്നു ടീം ഓ. സോ ഇന്നത്തെ റണ്ണേഴ്സ് അപ്പിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. ടീം വൈ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു കേട്ടോ. വെരി ഗുഡ്. അപ്പോൾ ഇനി ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ചിച്ചി ഫാഷൻ സ്റ്റോർ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സും, മൂന്നാർ ടീ പോട്ട് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സും, കൂടാതെ കേരള ഹൗസ് റെസ്റ്റോറൻറ്റ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സുമാണ്. പിടിക്കുമല്ല. മൂന്നാർ ടീ പോട്ട്, ഇനി അടുത്ത കേരള ഹൗസ് റെസ്റ്റോറൻറ്റ് നൽകുന്ന, എല്ലാം പിടിച്ചേ കളയരുത്, എല്ലാം എല്ലാത്തിനും. ഇനി ഇവർക്കൊരു ക്യാഷ് പ്രൈസ് കൂടിയുണ്ട്, അതും കൂടെ തരട്ടെ. ഇവരുണ്ടെന്നറിയോ? രണ്ടുപേരെ കാണുന്നില്ല. ഇനി ഉള്ളത് മെമൻറ്റോസും കൂടിയാണ്. ഓക്കെ, ഇനി നമ്മുടെ വിന്നേഴ്സിനാണ് നമ്മൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ടീം ഓ. സോ നമ്മുടെ വിന്നേഴ്സിന് ലഭിക്കുന്നു വൈദീശ്വര ആയുർവേദ ആൻഡ് സിദ്ധ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. താങ്ക് യു സർ. ഇനി ഇവർക്ക് ചിച്ചി ഫാഷൻ സ്റ്റോർ പട്ടം ട്രിവാൻഡ്രം നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. കൂടാതെ കേരള ഹൗസ് റെസ്റ്റോറൻറ്റ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ. ₹3,000 ഒരു ക്യാഷ് പ്രൈസ് കൂടി ഒരു സ്നേഹ സമ്മാനമായിട്ട് ഞങ്ങൾ നൽകുകയാണ്. കൂടാതെ മെമൻറ്റോസും ഉണ്ട്. അപ്പോൾ ദേ കണ്ടില്ലേ, ഇന്ന് നമ്മുടെ രാഷ്ട്രത്തെ സേവിച്ച് സാറിനെ പോലെ ഒരാളുടെ ഒരു സാന്നിധ്യം കൊണ്ട് നമ്മുടെ എപ്പിസോഡിൽ നിന്ന് വളരെ ബ്ലെസ്ഡ് ആയി കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമുക്കും കുട്ടികൾക്കും എല്ലാം സാർ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പല മേഖലകളിൽ നിന്നുള്ള നമ്മുടെ കുഞ്ഞു മക്കളായാലും നമ്മുടെ സീനിയർ സിറ്റിസൺസ് ആയാലും എല്ലാവരുമായിട്ട് ഇതുപോലുള്ള എപ്പിസോഡ്സിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം we meet. This is RG Media 360 presenting YXO Kerala, winding up.
ரக்கம்மா பொண்ணு வேணும் கூட சல்லி ரக்கம்மா பொண்ணு வேணும் சதிசனா துங்கையில சமக்கோழி குவையில குச்சி குச்சி ரக்கம்மா கூட சல்லி ரக்கம்மா குச்சி குச்சி ரக்கம்மா வரமாட்ட நீ கொஞ்சம் பேச பொண்ணு ஒண்ணு தர மாட்ட சாதிசனா துங்கலையே சாமக்கொழி கூவலையே குச்சி குச்சி ரக்கம்மா வரமாட்ட நீ கொஞ்சம் பேச பொண்ணு ஒண்ணு தர மாட்ட தகிட 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 புலியாட்டம் பப்பர பப்பா மயிலாட்டம் சினுக்கு சிக்கா கோலாட்டம் டண்டக்கு டண்டா கரகாட்டம் தையக்கு தையா குதிரை குதிரை அழகு பொய்க்கால் குதிரை உனக்கு தில்லு இருந்தா எழுந்த வாணி எதிர குதிரை குதிரை திமிரு பிடிச்ச குதிரை இணைஞ்ச ஆடு குதிரை இந்த பூமி அதிர பறிக்குள்ளே கொண்டா மஞ்ச கருப்பு போடுதா வரைஞ்சுதான் புலியாட்டம் உரிமையாடவா பல பல தோக முழிய முழிய பறிக்கதா அசைச்சுதான் மயிலாட்டம் விரிச்சு ஆடவா நாடு நம்மோட தங்க தமிழ்நாடு அதுக்கு இந்த மண்ணில் பண்பாட பாடிக்கிட்டே ஆடு 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 தமிழனின் நடனத்தை காட்டு தக்கிட 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 Gift sponsored by Chichi, Vaidishwaran Ayurvedic Hospital, Kerala House,